നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ പോയി മേലോട്ട് നോക്കി നെടുവീർപ്പിട്ട് മോങ്ങിയ വീണ ജോർജിന്റെ ആ അഭിനയം ക്ലിക്കായി. ആ നിർധന കുടുംബത്തെ പച്ചയ്ക്ക് വഞ്ചിച്ചിട്ട് പുട്ടിയടിച്ച് വീണ്ടും അരങ്ങത്തേക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മന്ത്രി വീണ ജോർജ്. ഇതുവരെ പ്രതിഷേധക്കാരെ പേടിച്ച് സുരക്ഷയും കൂട്ടി മാളത്തിൽ കയറി ഒളിച്ചിരിപ്പായിരുന്നു. ഇപ്പോൾ മന്ത്രി കൊച്ചമ്മയ്ക്ക് വിവാദങ്ങളിൽ നിന്ന് നേരിയ ഒരു ആശ്വാസം കിട്ടി. കേരള സർവകലാശാലയിൽ SFI അഴിഞ്ഞാടിയപ്പോൾ ചാനലുകാർ ആ വഴിക്ക് പോയി. ഇതോടെ വീണ ജോർജ് നൈസ ഒന്ന് തടി തപ്പിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി കുട്ടിക്കമ്മികൾ യുദ്ധക്കളമാക്കിയതിന് പിന്നിൽ ആരോഗ്യ മേഖലയിലെ വിവാദം കെട്ടടക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നുള്ള വിമർശനം ശക്തമാകുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ ബിന്ദു മരിച്ച അതിദാരുണ സംഭവത്തിൽ ആരാണ് മുഖ്യപ്രതി? ഒരാഴ്ചയായി കേരളം ഏങ്ങി കരയുകയായിരുന്നല്ലോ. കേരളത്തിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ കൊടുങ്കാറ്റുയർത്തിയ ഈ രോദനം കെട്ടടങ്ങിയെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ പരിണാമഗുപ്തി? അതോ ഇപ്പോഴും ഉമിത്തി പോലെ നീറുകയാണോ ആ വിവാദം? 3 സംസ്ഥാന മന്ത്രിമാർ അഹോരാത്രം നിന്ദിച്ചും പരിഹസിച്ചും ഈ ഹതഭാഗ്യയുടെ കുടുംബത്തെ ആട്ടി ഓടിക്കാൻ നോക്കിയപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ സംഘടിത ശക്തി എവിടെയായിരുന്നു? ഇവിടെ കങ്കാണിപ്പണിയല്ലേ നേതാക്കൾ എടുക്കുന്നത്? അതിൽ അവർക്ക് ഒരു ലജ്ജയുമില്ല. പച്ചയ്ക്ക് സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും വീണ്ടും എടുത്തിട്ടലക്കുകയാണ് ശക്തിധരൻ. ഇപ്പോൾ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ആർക്കും തലപൊക്കി നോക്കണ്ട എന്നുള്ള വിമർശനം ഉയർത്തുകയാണ് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് ഇതെല്ലാം തന്നെ ആ വീട്ടിൽ പോയി വീണ ജോർജ് ഉൾപ്പെടെയുള്ള CPMകാർ നടത്തിയത് മുഴുവൻ വെറും നാടകം മാത്രമാണ് എന്നാണ്. ആ കുടുംബത്തിന് നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ ബന്ധപ്പെട്ട സംഘടനകൾ ഒന്നും ഇതുവരെ എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നു. തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്ക് വർഷം തോറും കോടികളല്ലേ അസംഘടിത മേഖലയിലെ കങ്കാണിപ്പണി കാരണം ഒത്തുകിട്ടുന്നത്? ഈ വിഷയത്തിൽ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ ശബ്ദമുയർത്തിയോ? ഒരു പ്രസ്താവനയെങ്കിലും നടത്തിയോ? എന്താ അവരുടെ വായിൽ നാവില്ലായിരുന്നോ? ബിന്ദുവിനെ മന്ത്രി തള്ളിയിട്ടതാണോ എന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ച് അപഹസിച്ച ഒരു മന്ത്രി പോലും ഇവിടെ ഉണ്ടായി. എങ്ങനെയാണ് ഇദ്ദേഹം പൊതുപ്രവർത്തകനായത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ MLAയും മന്ത്രിയും ഒക്കെ ആകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മന്ത്രിയായാൽ ആരെയും എന്തും വിളിച്ചു പറയാമോ? മന്ത്രി എന്നാൽ മാടമ്പിയാണോ? എന്തു പറഞ്ഞാലും പ്രജകൾ കേട്ടു നിൽക്കണം. മന്ത്രി ഉരുട്ടിയിട്ടാലും സഹിച്ചോണം, അതല്ലേ വ്യംഗ്യം? ഇത്തരത്തിലൊരു അപകട മരണം ഉണ്ടായാൽ ഇര ഓച്ചാനിച്ച് നിന്ന് കിട്ടുന്നതും വാങ്ങി പോയിക്കോണം. അതല്ല ഏതെങ്കിലും ഉദാരമതിയായ ചാണ്ടി ഉമ്മന്റെ ദയാവായ്പ കൊണ്ട് 5 തുട്ടോ 5 ലക്ഷമോ കിട്ടിയാൽ അതും കൂടി വാങ്ങി പൊയ്ക്കോളണം. ഇതാണ് ഇവിടുത്തെ കങ്കാണി വ്യവസ്ഥ. നിരാലംബയായ ഒരു വീട്ടമ്മ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് പടുകുഴിയിൽ വീണ് ചത്തുപോയാൽ അതിന് മേൽ നടപടിക്കുള്ള നിയമം ഇല്ലാത്ത രാജ്യമാണോ ഇത്? മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരണത്തിനിരയായ ഇതേ ബിന്ദു തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ JSW ക്യാമ്പസിലാണ് മരിച്ചതെങ്കിൽ ഒരു കങ്കാണിയെയും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. അപകട മരണ രേഖ സമർപ്പിച്ചാൽ 35 ലക്ഷം രൂപ കയ്യോടെ സാമ്പത്തിക സഹായവും കുടുംബത്തിൽ ഒരംഗത്തിന് ജോലിയും ഇൻഷുറൻസ് ആനുകൂല്യത്തിന് അർഹതയുണ്ടെങ്കിൽ അതനുസരിച്ച് 1 കോടി രൂപ വരെയും ലഭിക്കും. എന്നാൽ ഇവിടെ മെഡിക്കൽ കോളേജിന്റെ വീഴ്ച കൊണ്ടുണ്ടായ മരണമായിട്ടും ഒരു മന്ത്രി ചോദിക്കുന്നത് മന്ത്രി തള്ളിയിട്ട് കൊന്നതാണോ എന്നാണ്. വിഡ്ഢി ചോദ്യം. ഈ മന്ത്രി ഈ ഗോളത്തിലല്ലേ ജീവിക്കുന്നത്? നിയമവ്യവസ്ഥയൊന്നും ഇല്ലാത്ത കാടൻ നാടാണോ ഇത്? ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്തോ? നിയമവ്യവസ്ഥ പരിപാലിക്കലോ നീതി ഉറപ്പാക്കലോ അല്ല മന്ത്രിയുടെ ലക്ഷ്യം. അയാളാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി പുങ്കവൻ. എന്ത് ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഹതഭാഗ്യയ്ക്ക് ലഭിക്കുന്നത്? ട്രേഡ് യൂണിയൻ പുലികൾ വരുന്ന കാലത്തിന് മുൻപ് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? അന്നും അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈപ്പിഴ കൊണ്ടും അല്ലാതെയും നിരപരാധികൾ കൊല്ലപ്പെടാറുണ്ട്. കങ്കാണി വീഴ്ചയുടെ വിശ്വരൂപം മലയാളി തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല. കേരളം ട്രേഡ് യൂണിയൻ കങ്കാണിത്തത്തിന്റെ ചവിട്ടടിയിലായതുകൊണ്ടാണ് ഈ ദുരവസ്ഥ. ഇത്തരത്തിലൊരു അത്യാഹിതം ട്രേഡ് യൂണിയൻ പ്രവർത്തനം സാധ്യമല്ലാത്ത കർണാടകത്തിലെ പടുകൂറ്റൻ JSW കമ്പനിയിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഹതഭാഗ്യന്റെ കുടുംബം അടിമയെ പോലെ കെഞ്ചേണ്ടതില്ല. മന്ത്രിയുടെ ഓശാരത്തിന് വേണ്ടി വാതിലിൽ മുട്ടേണ്ടതില്ല. അപകടം സംഭവിച്ചാൽ ചട്ടങ്ങൾ സുതാര്യമാണ്.
ഏറ്റവും ചുരുങ്ങിയത് 35 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അത് ഇൻഷുറൻസും മറ്റുമുണ്ടെങ്കിൽ 1 കോടി രൂപ വരെയും നഷ്ടപരിഹാരം ലഭിക്കുന്നു. പക്ഷേ അവിടെ ട്രേഡ് യൂണിയൻ ഇല്ല. പൗരന് സാമൂഹ്യ സുരക്ഷിതത്വമുണ്ട്. ബിന്ദുവിന്റെ മരണം സംഭവിച്ചിട്ട് ഈ ട്രേഡ് യൂണിയനുകളൊക്കെ എവിടെയായിരുന്നുവെന്നും അവരുടെ വായിൽ എന്ത് തിരികെ വെച്ചിരിക്കുകയായിരുന്നുവെന്നും ചോദിക്കുകയാണ് ശക്തിധരൻ. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. എല്ലാവരും ഒരു ദിവസം കൊണ്ടാണ് ബിന്ദുവിന്റെ മരണം അങ്ങ് മറന്നു കളഞ്ഞത്. SFIക്കാർ യൂണിവേഴ്സിറ്റിയിൽ യുദ്ധം തുടങ്ങുകയും ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഒരു കലാപത്തിന്റെ രൂപത്തിലേക്ക് CPM-ഉം CITU-വും മനഃപൂർവ്വവും കൊണ്ടെത്തിച്ചതിന് പിന്നിലും ആരോഗ്യ വകുപ്പിലെ വിവാദം ഇട്ടുമൂടുക എന്നുള്ള ലക്ഷ്യവും കൂടി ആയിരുന്നു എന്നാണ് പലരും ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാകാം സംഭവവും. ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ മാധവൻ എന്നൊരാൾ ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച പിഴവിൽ ജനരോഷം കേരളം മുഴുവൻ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൈരളി ഒഴികെ ചാനലായ ചാനലുകൾ മുഴുവൻ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ CPM കണ്ടെത്തിയ മാർഗം കേരള ഗവർണറുടെ പക്വതയില്ലായ്മ കൊണ്ട് സംഭവിച്ച ഏതോ ഒരു വനിതയുടെ കയ്യിലിരുന്ന 50 രൂപ പോലും വിലയില്ലാത്ത ശിവകാശി ഫോട്ടോയെ മുതലെടുത്ത് ഇന്നലെ കേരള സർവകലാശാലയിൽ നടന്ന സ്വന്തം വിദ്യാർത്ഥി യൂണിയനെ കയറൂരി വിട്ടുള്ള മൂന്നാംകിട സമരമുറയും സ്വന്തം സർക്കാർ പോലീസ് നിഷ്ക്രിയത്വവും അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചാനലുകൾ തമ്മിലുള്ള മത്സരവും എല്ലാം ജനങ്ങൾ കണ്ടു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ദയനീയ സ്ഥിതിയും അതിന്റെ പോരായ്മകളുമാണ് ഇത്രയും ദിവസം ജനങ്ങളും ചാനലുകളും ചർച്ചാ വിഷയമാക്കിയത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ആ ശിവകാശി ചിത്രത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടങ്ങ് ഒതുക്കി ഈ വിരുദ്ധന്മാർ. ഇതിന്റെ അപകടം മനസ്സിലാക്കി അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ CPM-നും BJP-ക്കും അല്പമെങ്കിലും കഴിഞ്ഞു. അപ്പോൾ ആര് മണ്ടന്മാരായി? ബിന്ദുവിന്റെ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമായെങ്കിലും മരണത്തിന് കാരണക്കാരായ ആരോഗ്യ വകുപ്പിനെതിരെ തെരുവിൽ പ്രതികരിച്ച് മർദ്ദനം ഏറ്റ യുവാക്കളും യുവതികളും അതിനേക്കാൾ മണ്ടന്മാരായി. അവസാനം ആര് ജയിച്ചു ആര് തോറ്റു? ഇങ്ങനെ പോയാൽ ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM ഓഫീസുകളിൽ താമസിയാതെ വെക്കും. അതുകൊണ്ട് BJP-യുടെ അജണ്ട നടപ്പാകും. ആരോഗ്യ വകുപ്പിനെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾ മറന്നു. വീണ ജോർജ് ഇനിയും ഇതിനേക്കാൾ നന്നായി ചമഞ്ഞൊരുങ്ങും. ചാനലുകൾ അടുത്ത റേറ്റിംഗ് കൂട്ടാൻ അവരുടെ ഊഴം കാത്തിരിക്കും. അതാണ് തമ്മിലുള്ള അന്തർധാരയുടെ റിസൾട്ട്. ഇതായിരുന്നു അദ്ദേഹം പങ്കുവച്ച ഒരു കമന്റ്. ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് പോലും കൃത്യമായി മനസ്സിലായി ഇതിന് പിന്നിൽ നടന്ന അജണ്ടകൾ എന്താണ് എന്നുള്ളത്. എന്തായാലും വീണ ജോർജ് ഒന്ന് അരങ്ങത്തേക്ക് ഇറങ്ങാനുള്ള വഴി നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് SFIക്കാർ അതിന് വഴി വെച്ചു കൊടുത്തതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.